ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനാകുമോ എന്ന് സർക്കാർ അറിയണമെന്ന് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം. റിപ്പോർട്ടിൽ മേൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഹർജിയിൽ വനിതാ കമ്മീഷനെ ഹൈക്കോടതി കക്ഷി ചേർത്തു. ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുന്ന റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുത്തുള്ള അന്വേഷണം സാധ്യമാണോ എന്ന് സർക്കാർ പരിശോധിക്കണം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് കോടതിക്ക് അറിയേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കണം എന്നിങ്ങനെയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി പായിശ്ര നവാസ് നൽകിയ പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കോടതി ഇടപെടൽ. ഹർജിയിൽ വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർത്ത കോടതി വിഷയം പരിഗണിക്കവെ ചില ചോദ്യങ്ങളും സർക്കാരിനോട് ആരാഞ്ഞു. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെട്ടിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ചോദിച്ച കോടതി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഒഴിവാക്കിയേക്കുമെന്നാണ് പലരും ഉന്നയിക്കുന്ന പ്രശ്നമെന്നും കൂട്ടിച്ചേർത്തു. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളാക്കപ്പെട്ടവർ. പരാതിയുമായി അവർ മുന്നോട്ട് വരണമെന്നില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ രഹസ്യാത്മകത സൂക്ഷിക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി മുൻപാകെ മൊഴി നൽകപ്പെട്ടത്. അതിനാൽ നേരിട്ട് പരാതി നൽകിയാൽ നടപടിയെടുക്കാം. പോക്സോയിൽ പക്ഷേ കേസെടുക്കാനാകുമെന്നുമായിരുന്നു എജിയുടെ മറുപടി. തുടർന്ന് ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ജനം, കൊച്ചി.